ഇങ്ങനെ വേണം ഒരു സ്പൈ മൂവി എടുക്കാൻ. അല്ലാണ്ട് കുറേ ബിക്കിനി ഷോട്ടും കുറേ സ്മൂച്ചിങ്ങും ഇപ്പോൾ ഒരു 100 പേരെ വെടിവെച്ചിടുക, അങ്ങനെയൊന്നുമല്ല ഒരു സ്പൈ മൂവി. ഒരു പ്രോപ്പർ സ്പൈ മൂവി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ദുരന്തർ സിനിമ കണ്ടാൽ മനസ്സിലാവും. ജസ്റ്റ് കണ്ടു വന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 3 മണിക്കൂർ 20 മിനിറ്റ് 30 മിനിറ്റ് എന്തോ ഉണ്ട് ആ പടം. പക്ഷേ ഈ ഒരു 3.5 മണിക്കൂർ പോകുന്നത് നമ്മളറിയില്ല. അത്രയും എൻഗേജിങ് ആണ് ആ പടം. തുടക്കത്തിൽ യൂസ് ചെയ്യുന്ന സോങ് മുതൽ ഇതിൻ്റെ അവസാനത്തിൽ യൂസ് ചെയ്യുന്ന സോങ്ങുകൾ വരെയും BGMസും എല്ലാം അടിപൊളിയാണ്. ആക്ടിങ് ലെവലിൽ എന്താ പറയുക, രൺവീർ സിംഗിന് ഒരുപാട് പോരായ്മകളും കാര്യങ്ങളൊക്കെ എല്ലാ സിനിമകളിലും എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ആ പോരായ്മയൊന്നും ഈ സിനിമയില്ല. ആ പക്ക ആ ക്യാരക്ടറിന് എന്താണോ വേണ്ടത് അത് അതേപോലെ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഓരോ വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ BGMs ഉണ്ട്. നായകന്മാരെ, സൈഡ് ക്യാരക്ടർ അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതെല്ലാം നമുക്ക് നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല പോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എഡിറ്റർ. പിന്നെ ഈ ടൈഗർ, പാന്തർ അമ്മാതിരി സാധനമൊന്നുമില്ല. ഒരു പ്രോപ്പർ സ്പൈ മൂവി. അതിനകത്ത് എന്താണോ വേണ്ടത് അത് മാത്രമേ ഉള്ളൂ. ഓവറായിട്ടുള്ള സോങ്സ് ഇല്ല. ഐ മീൻ ഈ ബിക്കിനി സോങ്സ് ഇല്ലേ, മറ്റേ അതിനെന്താ പറയുക, ഐറ്റം സോങ്സ് അമ്മാതിരി സാധനമൊന്നുമില്ല. ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം. ഇനി അതിൻ്റെ 2ാം ഭാഗം വരും. ഇത് അടുത്ത വർഷം സംതിങ് ആണ് എന്തോ ആണ് ഇറങ്ങുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് ഒരു സീനിൽ മറ്റേ താജ് ഹോട്ടലിൽ നടന്ന അറ്റാക്കിന് ശേഷം മറ്റേ ലൈക്ക് നെഗോഷിയേഷൻ്റെ ഒരു കോള് നടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ സീന് കാണിക്കേണ്ട ഒരു റെഡ് സ്ക്രീനിൽ ആ ഒരു ഒറിജിനൽ വോയിസ് നമ്മളെ കേൾപ്പിക്കും. അത് കേട്ട് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് തന്നെ ദേഷ്യം വരും. ഒരു ഡിസ്ഗസ്റ്റിംഗ് ഫീല് തോന്നും. ഒരു ദേഷ്യവും ഒരു വല്ലാത്തൊരു ഫീല് തോന്നും. കാരണം അത്രയ്ക്കും ഒരു എന്താ പറയുക, മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ അവർ സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഈ ടെററിസ്റ്റുകൾ. ആ ഒരു ഫീല് നമുക്ക് എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് നായകൻ്റെ മുഖത്തും വരുന്നൊരു സീനുണ്ട്. അടിപൊളി, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലപോലെ സമയം കൺസ്യൂം ചെയ്യുന്നൊരു സിനിമയാണിത്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ പോയി കാണുക. തിയേറ്ററിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. OTTയിൽ വരുമ്പോൾ അടുത്ത മാസം എന്തോ OTTയിൽ ഇത് റിലീസാവും. അപ്പോൾ വേണമെങ്കിലും ഒന്ന് കണ്ടു നോക്കാവുന്ന പടമാണ്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരാളുണ്ട്, അക്ഷയ് ഖന്ന. പുള്ളിക്കാരൻ്റെ റോള്, പുള്ളിക്കാരൻ്റെ സ്വാഗ് വേറെ ലെവലാണ്. ആക്ച്വലി ഒരു പുള്ളിക്കാരൻ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ആ കാര്യമേ മറന്നു പോകും. അങ്ങനത്തെ രീതിയിലാണ് പുള്ളിക്കാരൻ അഭിനയിച്ച് വെച്ചേക്കുന്നത്. സീരിയസ്ലി അടിപൊളിയാണ് ആ പുള്ളിയുടെ ഇത്. നമ്മുടെ നായകൻ അങ്ങോട്ട് സൈഡാവും, അത്ര അടിപൊളിയാണ്. അതിൻ്റെ ഒരു BGM ഇപ്പോൾ കയറി ഭയങ്കര ഒരു ട്രെൻഡ് ആവുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം മൊത്തം അതേ ഉള്ളൂ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത റിവ്യൂ കാണാം. ബൈ.